നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പാവയ്ക്ക ചമ്മന്തി. പാവയ്ക്ക കൊണ്ട് ചമ്മന്തിയോ എന്ന് കേട്ട് നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല. ഇത് അല്പം പോലും കയ്പുണ്ടാകത്തില്ല. വളരെ വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത്. ഞാനും ആദ്യം കരുതി പാവയ്ക്ക കൊണ്ട് എന്തായാലും കയ്പുണ്ടാകുമല്ലോ എന്ന് കരുതി. പക്ഷേ ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ ചെറിയൊരു കയ്പുണ്ട്. ആ പാവയ്ക്കയുടെ ഒരു ചെറിയ രുചി എന്നല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതൊന്നുമല്ല. വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത്. ഈ പാവയ്ക്ക ഞാനിപ്പോൾ വേവിച്ചാട്ട് നമ്മൾ ഈ ചമ്മന്തി ആദ്യം അരച്ചെടുത്തിട്ട് പാവയ്ക്ക വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. പച്ചയ്ക്ക് അരച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാൻ പക്ഷേ വേവിച്ചാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല, പകുതിയേ എടുക്കുന്നുള്ളൂ. നമ്മൾ തേങ്ങ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് പാവയ്ക്ക എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള തേങ്ങ ഒരു 1.25 കപ്പോളം തേങ്ങ വരും. ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവൽപ്പം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുമന്നുള്ളി, ഒരു നെല്ലിക്ക വലിപ്പം പുളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ ചമ്മന്തി കല്ലിൽ തന്നെ അരച്ചെടുക്കുകയാണ്. വറ്റൽമുളക്, പുളി, ഉപ്പ്, തേങ്ങ, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്ത് അരച്ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തേങ്ങ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. പാവയ്ക്ക പകുതി പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് നല്ലോണം കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പച്ചയ്ക്ക് നിങ്ങൾക്ക് അരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചമ്മന്തിയുടെ കൂട്ടത്തിൽ ഈ പാവയ്ക്ക കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരല്പം ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം കുറച്ചുകൂടെ ഒന്ന് കയ്പും കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനായി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ പാവയ്ക്ക ഇവിടെ വെന്ത് കിട്ടിക്കഴിഞ്ഞ് വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്നും ഒരു കയ്പൊന്നും കുറഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് അരച്ചെടുക്കുമ്പോഴും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പച്ചയ്ക്ക് അരയ്ക്കുന്നതും നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നതും കൂടെ. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചമ്മന്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒത്തിരി അങ്ങ് മയത്തിൽ അരയ്ക്കേണ്ട. ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. പാവയ്ക്ക ഒന്ന് അരിഞ്ഞ് കിട്ടണം, അതിലേക്ക് വേണ്ടിയിട്ടാണ്. ചമ്മന്തി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ആ പാവയ്ക്കയായിട്ടേ, അല്ലെങ്കിൽ ചിലപ്പോൾ പാവയ്ക്ക അടിയിൽ കിടന്നങ്ങ് അരിഞ്ഞു പോവും, ചമ്മന്തി മുകളിലായി. അപ്പോൾ ചമ്മന്തിയും പാവയ്ക്കയും കൂടെ ആദ്യം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരഞ്ഞാൽ മതിയാകും, ഒത്തിരി അങ്ങ് അരയ്ക്കേണ്ട. അപ്പോൾ വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മാത്രമല്ല, ഇനിയും നമുക്ക് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ഇനി ഇത് നമുക്ക് വാഴയില വാട്ടി അതിലേക്ക് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുത്ത് നമ്മൾ മീനൊക്കെ ഒന്ന് പൊള്ളിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുക കൂടെ വേണം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 3 ഇല എടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തിക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇല എടുത്തുകൊള്ളുക. ഞാനിവിടെ ഒരു 3 ഇല എടുത്തിട്ടുണ്ട്, ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ചമ്മന്തി വെച്ച് കൊടുത്ത് ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ബാക്കി ചമ്മന്തിയും കൂടെ നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എനിക്കിവിടെ ഒരു 3 പൊതി ഒക്കെയാണുള്ള ചമ്മന്തിയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പൊതി റെഡിയായി. അപ്പം 3ാമത്തെ പൊതിയാണിത്. അപ്പോൾ 3 പൊതി ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാൻ വെച്ച് അതിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം. ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ചൂടാകുമ്പോഴേക്കും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം. മീനൊക്കെ നമ്മൾ പൊള്ളിച്ചെടുക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്. ഞാൻ 3 എണ്ണവും ഒരു പാനിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഒരു വശം ഒരു 4-5 മിനിറ്റോളം ആകുമ്പോഴേക്കും നമുക്ക് മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഒരു 4-5 മിനിറ്റോളം ആയി. നമുക്ക് മറുവശം ഈ മീഡിയം ഫ്ലെയിം വെച്ച് വേണം ഇത് പൊള്ളിച്ചെടുക്കാനായിട്ട്. ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത്. ഇതാ ഒരു വശം മറുവശം നോക്കണ്ട, മറുവശം നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി അടുത്ത വശവും കൂടെ അതുപോലെ ഒന്ന് ഒരു 4-5 മിനിറ്റോളം ആകുമ്പോഴേക്കും നല്ലവണ്ണം ആയി കിട്ടും. ഞാൻ 3 എണ്ണവും തിരിച്ചിട്ട് കഴിഞ്ഞു. ഈ വശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. 2 വശവും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. വാഴയിലയിൽ വാട്ടിയെടുത്തതല്ലേ, പിന്നെ നമ്മൾ ചമ്മന്തിയൊക്കെ ചേർത്ത് അരച്ചെടുത്തതായതുകൊണ്ട് ഒരു പ്രത്യേക മണമാണിതിന്. നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് നോക്കാം. ഞാനിതൊരിക്കൽ തയ്യാറാക്കി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത് കാണിക്കുന്നത്. എനിക്ക് അല്പം പോലും ഒരു ചെറിയൊരു കയ്പ്പ്, ആ പാവയ്ക്കയുടെ ഒരു ചെറിയ കയ്പ്പ് മാത്രമാണ് തോന്നുന്നത്. പക്ഷേ വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത്. നമുക്കിത് ചോറിനൊപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയ ഒരു ചമ്മന്തിയാണിത്. വിസിറ്റേഴ്സൊക്കെ വരുമ്പോഴേ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു ചമ്മന്തിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. കയ്പ്പൊന്നും കുട്ടികളും കഴിക്കും. കയ്പ്പൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടേ ഒരുപാട് കയ്പ്പൊന്നും ഇല്ല ഇതിന്, ചെറിയൊരു കയ്പ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും പാവയ്ക്ക കൊണ്ടുള്ള ഈ വെറൈറ്റി ചമ്മന്തി ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്ത രുചിയിലുള്ള റെസിപ്പികളുമായി കാണാം.